ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് നമ്മുടെ നാടൻ കറിയായ ഉള്ളിത്തീയൽ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനു മുമ്പായിട്ട് റാണീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഇനി നമുക്ക് ഉള്ളിത്തീയൽ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 25-30 ചെറിയ ഉള്ളി തൊലിയെല്ലാം മാറ്റിയിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളിയും പച്ചമുളകും മാത്രം മതിയാകും. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വലിയ സൈസിലുള്ള ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ചെറിയ ഉള്ളിയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട, മുഴുവൻ ഇട്ട് കൊടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഈ ഉള്ളി 2ആയിട്ടോ 4ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. കുക്കർ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും പാത്രത്തിലിട്ട് വേവിച്ചെടുത്താലും മതിയാകും. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് 1 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കണം. കൂടുതൽ സമയം വേവിക്കരുത്. ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് 2 കപ്പ് തേങ്ങ തിരുവിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണിത്. അതിലേക്ക് 2 ചെറിയ ഉള്ളി മുറിച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് പുളി ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. തീ കൂട്ടി വെച്ച് വറുത്തെടുക്കുകയാണെങ്കിൽ തേങ്ങ കുറേ അങ്ങ് കരിഞ്ഞു പോകും, കുറേ മൂത്ത് വരാതെയും ഇരിക്കും. അപ്പോൾ തീയലിന് ടേസ്റ്റ് കാണില്ല. ഒരേപോലെ വറുത്തെടുത്താൽ തീയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ തേങ്ങ പെട്ടെന്ന് മൂത്ത് വരും. നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. തേങ്ങ ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാവൂ. ഇനിയാണ് നന്നായിട്ട് ശ്രദ്ധിച്ച് വറുത്തെടുക്കേണ്ടത്. ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു, ഉള്ളിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കണം. തീയലിന് നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം വീണ്ടും കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കണം. ഈ ചട്ടിയിലെ ചൂട് മതി ഈ മുളക് പൊടിയൊക്കെ മൂത്ത് വരാനായിട്ട്. മുളക് പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വരാനായിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ ചട്ടിയിൽ നിന്ന് മാറ്റണം. ഈ ചട്ടിയിൽ തന്നെ വെച്ചേക്കുകയാണെങ്കിൽ തേങ്ങ അങ്ങ് കരിഞ്ഞു പോകും. തേങ്ങ വറുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. തേങ്ങ വറുക്കുമ്പോൾ നന്നായിട്ട് വറുത്തെടുത്താലേ തീയൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. തേങ്ങ കരിഞ്ഞു പോവുകയാണെങ്കിൽ തീയലിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കുകയാണെങ്കിലും ആദ്യം വെള്ളം ചേർക്കാതെ അരച്ചിട്ട് പിന്നെയും വെള്ളം ചേർക്കാവൂ. വെള്ളം ചേർക്കാതെ അരച്ചാലേ തീയൽ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോഴേ കാണാനായിട്ടും ടേസ്റ്റും നല്ലതായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കാം. ഇനി ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഉള്ളി തീയിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ തേങ്ങ വറുത്തെടുക്കണം.
എന്നാലാണ് നല്ല ടേസ്റ്റ്. അരപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് എത്ര ഗ്രേവി വേണമോ അതിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. നല്ല കട്ടിയായിട്ടുള്ള തീയലാണ് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒഴിച്ച് കറിയായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തിളച്ച് കുറച്ച് സമയം കിടന്ന് തിളയ്ക്കുമ്പോൾ ഇതിൽ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരും. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കിയ ശേഷം ടേസ്റ്റ് നോക്കണം. ഈ സമയത്ത് പുളി കുറവെന്ന് തോന്നുകയാണെങ്കിൽ പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ മതിയാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തീയൽ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.